അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു നൂർ എന്ന അധ്യായമാണ് എന്ന സൂറത്താണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിന്റെ ആദ്യത്തെ 21 ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചു. 21ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ, ഷൈത്വാന്റെ ചുവടുകളെ നിങ്ങൾ അനുധാവനം ചെയ്യരുത്, നിങ്ങൾ പിന്തുടരുത്. വമൻ യത്തബിഅ, ആരെങ്കിലും പിന്തുടർന്നാൽ, ഖുതുവാതിശ് ശൈത്വാൻ, ഷൈത്വാന്റെ ചുവടുകളെ ആരെങ്കിലും പിന്തുടർന്നാൽ, ഫഇന്നഹു, എന്നാൽ ഷൈത്വാൻ, യഅ്മുറു ബിൽ ഫഹ്ശാഇ, അവൻ കൽപ്പിക്കുന്നത് ദുർവൃത്തികളെ കൊണ്ടാണ്, വൽ മുൻകർ, ഹീനകാര്യങ്ങളെ കൊണ്ട്, ഹീനകാര്യങ്ങളും ദുർവൃത്തികളുമായിരിക്കും അവൻ കൽപ്പിക്കുക. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠത നിങ്ങളുടെ മേൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം നിങ്ങളുടെ മേൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ, റഹ്മത്തുഹു, അവൻ്റെ കാരുണ്യവും, മാ സക്ക മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാൾ പോലും വിശുദ്ധി നേടുമായിരുന്നില്ല. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ ഔദാര്യം നിങ്ങൾക്കുമേൽ ഇല്ലായിരുന്നുവെങ്കിൽ, റഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ റഹ്മത്തും, മാ സക്ക മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ നിന്ന് ഒരാൾ പോലും ഒരിക്കലും വിശുദ്ധി നേടുമായിരുന്നില്ല. വലാകിൻ അല്ലാഹ, എന്നാൽ അള്ളാഹു, യുസക്കി മൻ യശാഉ, അവൻ ഉദ്ദേശിച്ചവരെ വിശുദ്ധരാക്കുന്നു. അള്ളാഹു സമീഉൻ, എല്ലാം കേൾക്കുന്നവനാണ്, അലീമുൻ, എല്ലാം അറിയുന്നവനുമാണ്. ഇതാണ് ഈ സൂറത്തിലെ 21ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ പറയുന്നത്, നിങ്ങൾ പിശാചിനെ പിന്തുടരരുത് എന്നാണ്. പിശാചിനെ പിന്തുടരുക. പിശാച് നമ്മുടെ പ്രഖ്യാപിത ശത്രുവാണ്. ഇന്ന ശൈത്വാന ലക്കും അദുവുൻ മുബീൻ, ഷൈത്താൻ തീർച്ചയായും നിങ്ങൾക്ക് വളരെ വ്യക്തമായ ശത്രു ആണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധമായ ഖുർആനിൽ നമ്മോട് പലവരും പറഞ്ഞിട്ടുള്ളതാണ്, താക്കീത് ചെയ്തിട്ടുള്ളതാണ്. പിശാച് എപ്പോഴും ലക്ഷ്യമാക്കുന്നത് സത്യവിശ്വാസികളെ പഴപ്പിക്കുക എന്നതാണ്. ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു പിശാചിന്റെ ആവശ്യം അനിവാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് അള്ളാഹു ഇവിടെ മനുഷ്യർക്കിടയിൽ, അല്ലെങ്കിൽ മനുഷ്യന്മാരെ പഴപ്പിക്കാൻ വേണ്ടി ഒരു പിശാചിനെ വെച്ചിരിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് അതിന്റെ അർത്ഥം അള്ളാഹ് തന്നെ മനുഷ്യന്മാരെ പഴപ്പിക്കുക എന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അതിനെ സംബന്ധിച്ച് ചെറുതായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹ് പടച്ച ഇബ്ലീസ്, അള്ളാഹു അയച്ച ഇബ്ലീസ്, നമ്മളെ എങ്ങനെ വേണമെങ്കിലും പഴപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു കഴിവ് കൊടുത്ത ഇബ്ലീസ്, ആ ഇബ്ലീസാണ് നമ്മെ പഴപ്പിക്കുന്നത് എങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹ് തന്നെയാണ് നമ്മളെ പഴപ്പിക്കാനുള്ള വഴി ഉണ്ടാക്കിയത് എന്നാണല്ലോ. അങ്ങനെയാണല്ലോ വരിക. അതുകൊണ്ട് തന്നെ അത് വെച്ചുകൊണ്ട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും യുക്തിപരമായി ചിന്തിക്കുന്ന ആൾക്കാർ, അള്ളാഹ് തന്നെ നമ്മളെ പഴപ്പിക്കുന്നു, എന്നിട്ട് അള്ളാഹ് തന്നെ നരകത്തിലിട്ട് ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഇതെന്ത് ശരിയാ?
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ മുഴുവൻ പടച്ചു, എല്ലാ ചരാചരങ്ങളെയും പടച്ചു. പക്ഷേ അവയെ ഒന്നും അള്ളാഹു പ്രത്യേകിച്ചൊന്നും ചുമതലപ്പെടുത്തിയിട്ടില്ല, ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു ഏൽപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഏൽപ്പിച്ചത് മനുഷ്യരെയാണ്. മനുഷ്യരാണ് അള്ളാഹുവിൽ നിന്ന് അത് ഏറ്റെടുത്തത്. അതുകൊണ്ട് മനുഷ്യൻ ഏറ്റെടുത്ത കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ടോ, അവൻ ചെയ്യുന്നില്ലേ എന്ന് ഉറപ്പ് വരുത്തുക എന്നത് അള്ളാഹുവിൻ്റെ ആവശ്യമാണ്, അള്ളാഹുവിൻ്റെ താല്പര്യമാണ്. അപ്പോ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിനെ അനുസരിച്ചും അംഗീകരിച്ചും മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ, അല്ലാതെ കഴിയില്ല എന്ന് വന്നാൽ പിന്നെ അവനത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള നോക്കുന്നതിൽ അർത്ഥമില്ല. അള്ളാഹു ആഗ്രഹിക്കുന്ന രൂപത്തിൽ മാത്രമേ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയൂ എന്ന് വന്നാൽ പിന്നെ മനുഷ്യന് നാക്കാലികളിൽ നിന്ന് വ്യത്യാസമില്ല. മരങ്ങളിൽ നിന്ന്, പർവ്വതങ്ങളിൽ നിന്ന്, മറ്റു ജീവിയ അജീവീയ ലോകങ്ങളിൽ നിന്ന് ഒന്നും മനുഷ്യന് വ്യത്യാസമില്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ വ്യത്യാസം അവൻ അള്ളാഹുവിന്റെ അമാനത്തെ ഏറ്റെടുത്തു എന്നതാണ്. അള്ളാഹുവിന്റെ അമാനത്തെ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ അതവൻ ആ ഏറ്റെടുത്ത വിധത്തിൽ അവന് ശരിയായ അർത്ഥത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടതും ഉറപ്പുവരുത്തേണ്ടതും അള്ളാഹുവിന്റെ ബാധ്യതയാണ്, അള്ളാഹുവിന്റെ താല്പര്യമാണ്. ആ അർത്ഥത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരീക്ഷണം എന്ന ആശയം നടക്കാൻ വേണ്ടി എന്നോണം തെറ്റും ശരിയും, സഹായവും ശത്രുതയും, നേർമാർഗത്തിലേക്ക് എത്തിക്കലും വഴിതെറ്റിക്കലും, ഇതിനെല്ലാമുള്ള വഴി വക ഇവിടെ ഉണ്ടായത്. മനുഷ്യന് ഉദാഹരണം മദ്യവും വെള്ളവും എടുക്കാം. വെള്ളം എങ്ങനെയാണോ കുടിക്കുമ്പോൾ ഇറങ്ങുന്നത് അതേ വിധത്തിൽ തന്നെ മദ്യവും ഇറങ്ങും. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇത് നിങ്ങൾ കഴിക്കരുത്, ഇത് നിങ്ങൾക്ക് കഴിക്കാം. അപ്പോ എന്നിട്ട് അള്ളാഹു നോക്കുന്നത്, ഞാൻ കഴിക്കരുത് എന്ന് പറഞ്ഞ കാര്യം അവർ കഴിക്കുന്നുണ്ടോ, ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞ കാര്യം മാത്രം അവൻ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നതാണ് അള്ളാഹു. അപ്പോഴാണ് അവിടെ പരീക്ഷണം നടക്കുന്നത്. ഈ പരീക്ഷണം ഇവിടെ നടക്കണം. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞ ഇതിൽ സംശയവും യുക്തിയും ഉന്നയിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷണം നടക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പരീക്ഷയുടെ ഫലത്തെ കുറിച്ച് അവർ വിശ്വസിക്കുന്നില്ല. ഈ പരീക്ഷയ്ക്ക് ഒരു ഫലം ഉണ്ടാകണമെന്നോ ഈ പരീക്ഷയ്ക്ക് ഒരു ഫലം ഉണ്ട് എന്നോ അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്കങ്ങനെയല്ല. ഈ ജീവിതം പരീക്ഷയാണ്, പരീക്ഷണമാണ്. അടുത്ത ജീവിതം പ്രതിഫലമാണ്, അതിൻ്റെ പ്രതിഫലനമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അത് നടക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതും അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതുമായ കാര്യം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിശാചിന്റെ കാൽപ്പാടുകൾ പിന്തുടരാതിരിക്കുക എന്നതാണ്. പിശാച് ചിലപ്പോ നമ്മളോട് നല്ല കാര്യമായിരിക്കും പറയാം, പക്ഷെ ആ നല്ല കാര്യത്തിന്റെ പിന്നിൽ ഒരു അപകടം പതിയിരിക്കുന്നുണ്ടാവും. പണ്ടൊരു കഥ പറയാറുണ്ട്. ഒരാള് ഒരു ചുമരിന്റെ അല്ലെങ്കിൽ ഒരു മതിലിന്റെ അടുത്ത് കടന്നുറങ്ങുകയായിരുന്നു. ഒരാൾ വന്നിട്ട് ഇയാളെ തട്ടി വിളിച്ച് ഉണർത്തി എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, വേഗം ഇങ്ങോട്ട് മാറ്. അയാൾ ഇതെന്താ കഥ എന്നറിയാതെ അയാൾ വേഗം അവിടെ നിന്ന് മാറി കുറച്ച് കഴിഞ്ഞതുമായ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്ക് ആ വലിയ ഭിത്തി, ആ വലിയ ചുമർ അല്ലെങ്കിൽ മതിൽ, അത് ഇങ്ങോട്ട് പൊളിഞ്ഞു വീണു. അത്ഭുതപ്പെട്ടു പോയ അയാൾ. കാരണം ഈ ആള് വന്നില്ലായിരുന്നുവെങ്കിൽ, അയാൾ വിളിച്ചുണർത്തിയില്ലായിരുന്നുവെങ്കിൽ, അയാള് വിളിച്ചുണർത്തിയനുസരിച്ച് ഞാൻ അവിടെ നിന്ന് മാറിയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും താൻ അതിൻ്റെ ഉള്ളിൽ പെട്ടു പോകുമായിരുന്നേനെ. അത് അയാൾക്ക് ഉറപ്പായിരുന്നു.
അപ്പൊ അയാൾ നന്ദിയോടുകൂടെ തന്നെ വിളിച്ചു നിർത്തിയ ആളെ നോക്കി, കൃതജ്ഞതയോടുകൂടെ, നന്ദിയോടുകൂടെ. അയാൾ ചോദിച്ചു കൗതുകത്തോടുകൂടെ, നിങ്ങൾ ആരാണ്? നിങ്ങൾ വലിയൊരു നന്മയാണ് ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾ എന്നെ വിളിച്ചുണർത്തി. നിങ്ങൾ വിളിച്ചുണർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായും അപകടത്തിൽ പെടുമായിരുന്നു. നിങ്ങൾ ആരാണ്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാനാണ് ഇബ്ലീസ് എന്ന് പറഞ്ഞ ആള്. അപ്പൊ ഇയാൾ അത്ഭുതപ്പെട്ടു. ഇബ്ലീസോ? ഇബ്ലീസ് എല്ലാവരെയും പഴപ്പിക്കാനുള്ള ആളാണല്ലോ. അപകടത്തിലല്ലാതെ സുരക്ഷയിൽ നടക്കുന്ന ആൾക്കാരെ അപകടത്തിലേക്ക് തള്ളിവിടുന്ന ആളാണല്ലോ. പിന്നെ നിങ്ങൾ എങ്ങനെയാ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, ഞാന് നിങ്ങളെ വിളിച്ചുണർത്തി എന്തിനാണെന്നറിയോ? മതില്, വീട് തുടങ്ങിയവയൊക്കെ അവിചാരിതമായി തകർന്നു വീണ് അതിൻ്റെ ഉള്ളിൽപ്പെട്ട് മരിക്കുക എന്നത് ഷഹാദത്താണ്, രക്തസാക്ഷിത്വമാണ്, ഷഹീദുകളുടെ ഗണത്തിലാണ് അങ്ങനെ മരിക്കുന്ന ആൾ പെടുക എന്നൊക്കെ മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് അത്തരം ഒരു വലിയ പ്രതിഫലം കിട്ടരുത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഇതാണ് ഇബ്ലീസ്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. സത്യവിശ്വാസികളായ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ കഴിയണം. നമ്മുടെ മുമ്പിൽ കാണുന്ന സുഖങ്ങൾ, സൗകര്യങ്ങൾ, അവയിൽ ഓരോന്നും നമുക്ക് അനുവദനീയമാണെങ്കിൽ പോലും അത് അള്ളാഹുവിൽ നിന്നും നമ്മളെ അകറ്റിപ്പിടിക്കാനുള്ളതാണ് എങ്കിൽ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരാളും ശപഥം ചെയ്യരുത്. ശപഥം ചെയ്യരുത്. ഉലുൽ ഫളി, ഔദാര്യമുള്ള ആൾക്കാർ, മിൻകും നിങ്ങളിൽ നിന്ന്, വസ്സഅതി, സാമ്പത്തിക വിശാലതയും. അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തിക വിശാലതയും അതേപോലെ തന്നെ ഔദാര്യ മനോഭാവവും ഉള്ള ആൾക്കാർ ഒരിക്കലും ശപഥം ചെയ്യരുത്. അൻ യുഅ്തു ഉലിൽ ഖുർബ, അടുത്ത കുടുംബാദികൾക്ക് കൊടുക്കുകയില്ല എന്ന്. വൽ മസാക്കീൻ, അഗതികൾക്കും. വൽ മുഹാജിരീന ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോകുന്നവർക്കും. വൽ യഅഫു, അവർ മാപ്പ് ചെയ്യുന്നവരാവട്ടെ. വൽ യസ്ഫഹു, അവർ വിട്ടുവീഴ്ച ചെയ്യുന്നവരാവട്ടെ. അലാ തുഹിബ്ബൂൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലേ, അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന്. വല്ലാഹു, അള്ളാഹു ഗഫൂറുൻ റഹീം, അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കുന്നവനും കടാക്ഷിക്കുന്നവനുമാകുന്നു. ഈ ആയത്ത് ഇറങ്ങിയ ഒരു പശ്ചാത്തലമുണ്ട്. അത് നേരത്തെ പറഞ്ഞ സംഭവവുമായി, ഹാദിസത്തുൽ ഇഫ്കുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ കൂട്ടത്തിൽ, അതായത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്കെതിരെ വ്യഭിചാര ആരോപണം നടത്തിയവരുടെ കൂട്ടത്തിൽ മിസ്തഹ് ബിൻ ഉസാസ എന്ന ഒരാൾ ഉണ്ടായിരുന്നു. അയാള് പാവപ്പെട്ട ഒരു സഹാബിയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അകന്ന ബന്ധുവായിരുന്നു, അടുത്ത വീടുകാരനും അയൽവാസിയൊക്കെ ആയിരുന്നു. നേരത്തെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, ആയിഷ ബീവിക്ക് വേണ്ടി തുണക്ക് പോകുന്നത് ഉമ്മു മിസ്തഹ് എന്ന് പറഞ്ഞ സഹോദരിയാണ് എന്ന്. ആ ഉമ്മു മിസ്തഹിന്റെ മകനാണ് ഈ മിസ്തഹ്. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടില് ചില്ലറ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു വീട്ടുകാരിയെ പോലെ, ഒരു വീട്ടുവേലക്കാരിയെ പോലെയുള്ള ഒരാളായിരുന്നു മിസ്തഹ്. മുഹാജിറായിരുന്നു, മക്കക്കാരനാണ്, ഹിജ്റ വന്ന ആളാണ്. അപ്പൊ അയാൾക്ക് മിസ്തഹിനും മിസ്തഹിന്റെ കുടുംബത്തിനും ഒക്കെ എപ്പോഴും കൈയയച്ച് സഹായിക്കുന്ന ഒരാളായിരുന്നു മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു.
അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ വാർത്തയും വിവരവുമെല്ലാം ലഭിച്ചപ്പോൾ അദ്ദേഹം ഒരു ശപഥം ചെയ്തു, ഞാൻ ഇനി ഒരിക്കലും മിസ്തഹിനെയും മിസ്തഹിന്റെ കുടുംബത്തെയും സഹായിക്കുകയില്ല എന്ന്. അവർക്ക് വേണ്ട സാമ്പത്തികമായ മറ്റുള്ളതായ സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുകയില്ല എന്ന ഒരു ശപഥം അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തു എന്ന്. ആ സമയത്താണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്, നന്മയുടെ മനോഭാവമുള്ളവർ, അതുപോലെ തന്നെ സാമ്പത്തികമായ വിശാലതയുള്ളവർ, അവരൊരിക്കലും ദരിദ്രന്മാരെയും അഗതികളെയും സഹായിക്കുകയില്ല, മുഹാജിരീങ്ങളെ സഹായിക്കുകയില്ല എന്നൊന്നും പറഞ്ഞ് ശപഥം ചെയ്യാൻ പാടില്ല. അവർ മാപ്പ് കൊടുക്കണം, അവര് വിട്ടുവീഴ്ച ചെയ്യണം. നോക്കൂ, അള്ളാഹുവിൻ്റെ ആശയം, അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന ആശയത്തിന്റെ ഒരു തെളിച്ചവും വെളിച്ചവുമാണിത്. അള്ളാഹു എന്താ പറയുന്നത്? നമുക്ക് ആരോടും അവസാനിക്കാത്ത ശത്രുതയും വിരോധവും വിദ്വേഷവും ഉണ്ടാവാൻ പാടില്ല എന്നാണ്. മഹ്മാക്കാനത്തിൽ അസ്ബാബ്, എന്ത് കാരണമായാലും ശരി. ഒരാളോട് നമ്മൾ ദേഷ്യം വെക്കുമ്പോൾ, ആ ദേഷ്യത്തിന്റെ പേരിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ, സ്വാഭാവികമായും നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു അഹങ്കാര ചെയ്യുന്നത്. നമ്മളെ മുമ്പിൽ വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രതികരണം എന്ന നിലക്ക് നമുക്ക് ചിലതൊക്കെ പറയാം, കുഴപ്പമില്ല. പക്ഷെ എങ്കിലും അന്തിമമായ ഒരു തീരുമാനം എന്ന തരത്തിൽ, എന്ന ധ്വനിയിൽ അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കാൻ പാടില്ല. എടുത്താൽ അതിൻ്റെ അർത്ഥം അത് കിബറാണ് എന്നാണ്. അത് ഔദാര്യ മനോഭാവമുള്ള ആൾക്കാർ, സാമ്പത്തികമായി ശേഷിയുമുള്ള ആൾക്കാർ, അവര് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രതികാര ചിന്ത, അത് നമുക്കുണ്ടാകാൻ പാടില്ല. നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കക്കാർ എന്തൊക്കെ ചെയ്തു, അവരുടെ ശല്യം സഹിക്കവയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാട് വിടാൻ തീരുമാനിച്ചു. തായിഫിലേക്ക് പോയി. അത് വിജയിച്ചില്ല. പക്ഷേ എന്നിട്ടും നബിയെ അവിടെ ജീവിക്കാൻ അവർ അനുവദിച്ചില്ല. പിന്നെ അവസാനം മദീനയിലേക്ക് പോകേണ്ടി വന്നു. ഇത് ചെറിയ കാര്യങ്ങളല്ല, ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഒരാൾ സ്വന്തം നാട്, അതുമായിട്ടുള്ള പൊക്കിൽ കൊടി ബന്ധം മുറിച്ച് കളയുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ആത്മഹത്യാപരമായ കാര്യമാണ്. പിന്നെ അതിനുശേഷം മദീനയിലെത്തിയിട്ട് പിന്നെയും തുടർന്നു ശല്യം, ശത്രുക്കളുടെ ശല്യം, യുദ്ധം. ഇത് 2-ാം വർഷം ബദർ യുദ്ധം, ഹിജ്റ 3-ാം വർഷം ഉഹദ് യുദ്ധം, ഹിജ്റ 5-ാം വർഷം അഹ്സാബ് യുദ്ധം. മദീനയിലെ ആകെ ജനങ്ങളെക്കാൾ അധികം ആൾക്കാരുള്ള വലിയ യുദ്ധം. പക്ഷേ അതൊക്കെ കഴിയുമ്പോഴും നബിക്കെതിരെ വലിയ 3 യുദ്ധങ്ങൾ നയിച്ച ആൾക്കാരായിരുന്നു മക്കക്കാർ. എന്നിട്ട് പോലും മക്ക തന്റെ കയ്യിൽ വന്ന അന്ന്, മക്ക വിജയത്തിന്റെ അന്ന്, ഹിജ്റ 8-ാം വർഷത്തിൽ റമളാൻ മാസം 10-ാം തീയതി നടന്ന ആ സംഭവത്തിൽ നബി എന്താ പറഞ്ഞത്? ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളോട് ആരോടും പ്രതികാരമില്ല എന്നാ പറഞ്ഞത്. അതാണ് ഇസ്ലാമിന്റെ തെളിമ, അതാണ് ഇസ്ലാമിന്റെ ആ ഒരു ഗിരിമ എന്ന് പറയും. അത് എപ്പോഴും അങ്ങനെ, സാലിഹ്യങ്ങൾ അങ്ങനെ ചിന്തിക്കുള്ളൂ. കുരിശുയുദ്ധം ഉദാഹരണമാണ്. കുരിശുയുദ്ധങ്ങൾ നടന്നത് 400 കൊല്ലാണ്. കുരിശുയുദ്ധങ്ങളിൽ മുസ്ലിമീങ്ങളുടെ രക്തം പലസ്തീനിൽ വീണതിന്റെ കണക്ക് പഴയ കിതാബുകൾ പറയുന്നത്, കുതിരയുടെ കാലിന്റെ പകുതിയോളം, കുതിരകളുടെ കാലിന്റെ പകുതിയോളം തളം കെട്ടി നിൽക്കുകയായിരുന്നു മുസ്ലിമീങ്ങളുടെ ചോര എന്നാണ്. കുരിശ് യുദ്ധത്തിൽ അവർക്കെതിരെ രംഗത്ത് വന്ന സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി, അദ്ദേഹത്തിന്റെ മുന്നേറ്റം കണ്ട് ഭയപ്പെട്ട കുരിശു പടക്കാര് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാവരും കരുതിയിരുന്ന ഒരു കാര്യമുണ്ട്, ഈ യുദ്ധമെങ്കിലും സലാഹുദ്ദീൻ വിജയിച്ചാൽ ഈ അനുഭവിച്ചതിനൊക്കെ സലാഹുദ്ദീൻ പകരം ചോദിക്കണം. അത് ഭയപ്പെട്ട് നാട് വിട്ടവരുണ്ട് അവരുടെ കൂട്ടത്തിൽ.
അത് ഭയപ്പെട്ട് ആത്മഹത്യ ചെയ്തവരുണ്ട് അവരുടെ കൂട്ടത്തിൽ. പക്ഷേ ഖുദ്സ് മോചിപ്പിക്കുകയും എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും തന്റെ കയ്യിൽ വരികയും ചെയ്തപ്പോ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞെന്താണെന്നറിയാമോ? എന്റെ പ്രവാചകൻ മക്ക വിജയത്തിന്റെ അന്ന് ചെയ്തതുപോലെ ഞാനും നിങ്ങളോട് മാപ്പ് ചെയ്യുകയാണ്. ഒപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, അത് വലിയൊരു ന്യായമാണ്. എന്താ പറയുന്നത്? ഞങ്ങളെ ഇങ്ങനെ ആക്രമിച്ചവര്, ഞങ്ങളെ ഇങ്ങനെ കൊന്നുകളഞ്ഞവര്, ഞങ്ങളോട് ഇത്രമാത്രം വലിയ പാതകങ്ങൾ ചെയ്തവര്, അതൊന്നും നിങ്ങളല്ല, അതൊന്നും നിങ്ങളല്ല, നിങ്ങളുടെ മുൻഗാമികളായ ആൾക്കാരാണ്. ആ മുൻഗാമികളായ ആൾക്കാർ അവരൊക്കെ മരിച്ചുപോയി. അവരൊക്കെ കാല യവനികയുടെ ഉള്ളിൽ പോയി. കാരണം 400 കൊല്ലമായി യുദ്ധം നടന്നു. 400 കൊല്ലം. അതുകൊണ്ട് അവർ ചെയ്ത തെറ്റിന് നിങ്ങളോട് പാതകം ചെയ്യുന്നതിൽ എന്തർത്ഥമാവുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നത്, വല്യാഫു, അവർ മാപ്പ് ചെയ്യട്ടെ, വല്യസ്ഫഹു, അവർ വിട്ടുവീഴ്ച ചെയ്യട്ടെ, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും. അള്ളാഹു വലിയ ചോദ്യം ചോദിക്കുകയാണ് അവിടെ. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും നിങ്ങളെ അടുപ്പിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുവീഴ്ച മനോഭാവമുള്ളവരായിരിക്കണം എന്ന്. അല്ലാഹു ഗഫൂർ റഹീം. അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ്. പൊറുക്കുക എന്ന് പറഞ്ഞാല് കടിച്ചൊതുക്കിയാണ് പൊറുക്കല്ല, റഹീമായ പൊറുക്കുന്നവനാണ്. റഹീമായ എന്ന് പറഞ്ഞാൽ കരുണയോടുകൂടെ എല്ലാം പൊറുക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ചരിത്രത്തിന്റെ ഭാഗമല്ലെങ്കിലും പൊതുവായ ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാതിൽ ഗാഫിലാതിൽ മുഅ്മിനാതി ലുഇനൂ ഫിദ്ദുനിയാ വൽ ആഖിറ വലഹും അദാബുൻ അദീം. ഇന്നല്ലദീന യർമൂന, തീർച്ചയായും അപവാദം പറയുന്നവർ, അൽ മുഹ്സനാതി, ചാരിത്രവതികളെ, അൽ ഗാഫിലാത്തി, തെറ്റിനെ കൊണ്ട് ഓർക്കുക പോലും ചെയ്യാത്ത, അൽ മുഅ്മിനാത്തി, മുഅ്മിനാത്തുകളായ, അതായത് മുഅ്മിനത്തുകളായ, തെറ്റിന്റെ കാര്യം ചിന്തിക്കുക പോലും ചെയ്യുന്നില്ലാത്തവരായ, ചാരിത്രവതികളായ സ്ത്രീകളെ കുറിച്ച് അപവാദം പറയുന്ന ആൾക്കാർ, ലുഇനു, അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു, ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും, വലഹും അദാബുൻ അദീം, അവർക്ക് വലിയ ശിക്ഷയുമുണ്ട്. ഈ ആയത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സ്ത്രീകളെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. ഇല്ലാത്ത കാര്യം. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഐഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ഒരു അപവാദം പറഞ്ഞുണ്ടാക്കിയതായിരുന്നല്ലോ വിഷയം. അപ്പോ അങ്ങനെ അപവാദം പറഞ്ഞുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തെറ്റാണ്. ഇവിടെ 2-3 കാര്യങ്ങൾ ഇസ്ലാമിന്റെ അടിസ്ഥാന മനോഹാരിതയായി നമ്മൾ കണക്കാക്കണം. ഒന്നാമത്തേത്, ഇവിടെ പറയുന്നത് അപവാദം നമ്മൾ ആരും ആരെ തൊട്ടും പറയരുത്. ആണ് പെണ്ണിനെ തൊട്ട് പറയരുത്, പെണ്ണാണിനെ തൊട്ട് പറയരുത്, ആണുങ്ങൾ പെണ്ണുങ്ങളെയും പെണ്ണുങ്ങൾ ആണുങ്ങളെയും ഒന്നും പറയാൻ പാടില്ല. അപവാദം ഇല്ലാ കാര്യങ്ങൾ. പക്ഷെ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഗൗരവമായി എടുക്കുന്നത് പെണ്ണുങ്ങളെ കുറിച്ച് അപവാദം പറയുന്നതിനെയാണ്, പെണ്ണുങ്ങളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെയാണ്. നോക്കൂ, ഇസ്ലാം, അള്ളാഹു എന്താണ് അള്ളാഹു സ്ത്രീകളോട് ചെയ്തത് എന്ന് ചോദിക്കുന്ന ഫെമിനിസ്റ്റുകൾ പുതിയ കാലത്തുണ്ട്. പക്ഷെ അവിടെ അവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, സ്ത്രീകളുടെ അഭിമാനം. കാരണം എന്താ വെച്ചാൽ സ്ത്രീകൾ പൊതുവെ അബലകളാണ്, അവർക്ക് മാനസികമായ ശേഷി കുറവാണ്. അത് അവരുടെ ന്യൂനതയല്ല. കാരണം അവർക്ക് കൂടുതൽ സ്നേഹം വേണം, അവർക്ക് കൂടുതൽ ലാളിക്കാനുള്ള ശക്തി വേണം. ലാളിക്കാനുള്ള ശക്തി, സ്നേഹിക്കാനുള്ള ശക്തി
അഡോപ്റ്റ് ചെയ്യാനുള്ള ശക്തി തുടങ്ങിയ ശക്തിയൊക്കെ വേണം എന്ന് പറയുമ്പോൾ അവർക്ക് മനക്കരുത്ത്, ശാരീരിക ബലം തുടങ്ങിയ ബലത്തെ സൂചിപ്പിക്കുന്നതൊക്കെ കുറവായിരിക്കും. സ്നേഹം എന്ന് പറയുന്നത്, അനുരാഗം എന്ന് പറയുന്നത്, പ്രണയം എന്ന് പറയുന്നത് അതൊക്കെ തന്നെയും ബലമില്ലാത്ത, ഭാരമില്ലാത്ത വികാരങ്ങളാണ്. ഭാരമില്ലാത്ത വികാരങ്ങൾ അധികം ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ ഭാരമുള്ള വികാരങ്ങൾ പൊതുവെ കുറയണം. അതുകൊണ്ട് സ്ത്രീകൾ അബലകളാണെന്ന് പറയുന്ന അതാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടും പറയുന്നതല്ല. അപ്പൊ അങ്ങനെ നമ്മൾ പറയുമ്പോൾ സ്ത്രീകൾക്ക് മാനസികമായ കരുത്ത് അല്ലെങ്കിൽ ക്ഷമിക്കാനുള്ള, സഹിക്കാനുള്ള ശേഷി കുറവാണെന്ന് പറയുമ്പോൾ അവർക്ക് മാനസികമായ പ്രയാസം ഉണ്ടാകും. ചെറിയൊരു വാക്ക് പറഞ്ഞാൽ പോലും, ഒരു ഇല്ലാ കഥ, ഒരു അപവാദം അല്ലെങ്കിൽ ഒരു തരം താഴ്ന്ന വർത്തമാനം ഒരാണിനോട് പറഞ്ഞാൽ അയാൾ ഒരു പക്ഷേ അതേ നാണയത്തിൽ തിരിച്ചടിച്ചേക്കും. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞേക്കാം. ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് നേരിടാനുള്ള, ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് അത് നേരിടാനുള്ള മനക്കരുത്ത് അവനുണ്ട് എന്നാണ്. അപ്പോ അങ്ങനെ അതിനുള്ള ഒരു കരുത്ത് സ്വാഭാവികമായും പുരുഷന്മാർക്ക് ഉണ്ടാകും. എന്നാൽ അത്തരത്തിലുള്ള ഒരു കരുത്ത് സ്ത്രീകൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ചെറിയൊരു കുറ്റപ്പെടുത്തൽ, ചെറിയൊരു സ്നേഹരാഹിത്യം, ചെറിയ ഒരു വിദ്വേഷ പ്രകടനം അല്ലെങ്കിൽ ചെറിയൊരു അപവാദ പ്രകടനം അതൊന്നും താങ്ങാൻ അവർക്ക് കഴിയില്ല. ഒരു മാനസികമായി വല്ലാതെ വിഷമിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ വിഷമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, സ്ത്രീ വിഷമിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൾക്ക് അവളുടേതായ ജൈവികമായ ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട്. അതിനുവേണ്ടി അവൾ എപ്പോഴും അംഗീകരിക്കപ്പെടുന്നവളാവണം, അവൾ എപ്പോഴും സ്നേഹിക്കപ്പെടുന്നവളായിരിക്കണം, അവളോട് എല്ലാവർക്കും സ്നേഹമായിരിക്കണം, അനുരാഗമുണ്ടായിരിക്കണം. അതൊക്കെയാണ് അവളുടെ ഊർജ്ജം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവളെ ഒരിക്കലും മാനസികമായി വേദനിപ്പിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹുവിന്റെ താല്പര്യം. അവളെ വേദനിപ്പിക്കുന്ന നിലക്ക് ആരെങ്കിലും അവൾക്കെതിരെ അപവാദം പറഞ്ഞാൽ അള്ളാഹു അതിനെ കഠിനമായ ശിക്ഷയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിലയിരുത്തിയിരിക്കുന്നത്. അതായത് അതിനെയാണ് ഖദ്ഫുൽ മുഹ്സനാത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മുഹ്സനത്തുകളായ, ചാരിത്രവതികളായ സ്ത്രീകളുടെ മേൽ അപവാദം പറയുക എന്നത്. അതിനെ അള്ളാഹു പറയുന്ന ഒരു ശിക്ഷ ഇവിടെ പറയുന്നു. ലുഇനു ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവർ ശപിക്കപ്പെട്ടവരാണ്. ഉണ്ടോ? അള്ളാഹുവിന്റെ ഒരു നിലപാട് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ശക്തമാണത്. മാത്രമല്ല വലഹും അദാബുൻ അദീം, അവർക്ക് വലിയ ശിക്ഷയുമുണ്ട്. ദുനിയാവിലും ശിക്ഷയുണ്ട്. അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് പറയാം. അതിനെ ഇസ്ലാമിക കോടതി നൽകുന്ന ശിക്ഷ. അപ്പൊ അങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെയും വിശ്വാസികളുടെയും ശാപം, അതോടൊപ്പം ഇവിടെ നിന്ന് 80 അടി അടക്കമുള്ള ശിക്ഷ, ആ ശിക്ഷ ഇതെല്ലാം അള്ളാഹു കൊടുക്കുന്ന എന്തിന്റെ പേരിലാണ്? സ്ത്രീകളെ വേദനിപ്പിച്ചതിന്റെ പേരിലാണ്. സ്ത്രീകളെ വേദനിപ്പിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ അടിസ്ഥാന നയം അതാണ്, സ്ത്രീകളെ വേദനിപ്പിക്കാൻ പാടില്ല. അതേസമയം പുരുഷന്മാർക്ക് നേരെ അപവാദം പറഞ്ഞാൽ അതും തെറ്റാണ്. പക്ഷേ ആ വിഷയത്തിൽ അള്ളാഹു ഇത്രമാത്രം കഠിനമായൊരു തീരുമാനത്തിലേക്ക് പോകുന്നില്ല. അതാണ് ആ വ്യത്യാസം. അതുകൊണ്ട് അവർക്ക് വലിയ ശിക്ഷയുണ്ടാകും എന്ന് പറയുന്നുണ്ട്. എന്നും പറയുന്നു. യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും, അവരുടെ നാവുകൾ അവർക്ക് എതിരായി തന്നെ സാക്ഷി നിൽക്കുന്ന ദിവസം. വൈദീഹിം, അവരുടെ കൈകളും അവർക്കെതിരെ സാക്ഷി നിൽക്കുന്ന ദിവസം. അർജുലുഹും, അവരുടെ കാലുകളും ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ട്. അതായത് നിങ്ങൾ അപവാദം പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് നടക്കേണ്ട. അതൊക്കെ അള്ളാഹു അറിയും. മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുകയും വിളംബരം ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു ഒന്നുകൂടി പറയുന്നു, യൗമ ഇദിൻ, ആ ദിവസത്തിൽ യുവഫീഹിമുല്ലാഹു ദീനഹുമുൽ ഹഖ്, അള്ളാഹു അവർക്കുള്ള പ്രതിഫലത്തെ പൂർത്തിയാക്കി നൽകും. വയഅലമൂന, അവർക്ക് അറിയുകയും ചെയ്യും അപ്പോൾ അന്നല്ലാഹു ഹുവൽ ഹഖുൽ മുബീൻ, അള്ളാഹുവാണ് ഏറ്റവും വലുത് എന്നത്. അപ്പം 25 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യമാണ് പറയുന്നത്. ബാക്കിയുള്ളത് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.